സോ ദിസ് ഈസ് സൂപ്പർ 30. ഇത് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ ഒരു കിടിലൻ ക്വസ്റ്റൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 10 Newton per coulomb ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ 2 പാരലൽ ചാർജ്ഡ് പ്ലേറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇവിടെ നോക്കി 2 പാരലൽ ആയിട്ടുള്ള ചാർജ്ഡ് പ്ലേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ബാക്കി വായിക്കാം. An electron enters the field symmetrically between the plates with a kinetic energy 0.5 electron volt. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക്, ഇവിടെ ഫുൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലേ, ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വരികയാണ്. ഓക്കെ, ആ ചാർജ് ആരാണ് സാർ? ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്. അത് വരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0.5 ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജിയിലാണ് ഈ പുള്ളി ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഇങ്ങോട്ടേക്ക് വരികയാണ്. സിമെട്രിക്കലി ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സിമെട്രിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? വെറും മാസമാണ്, കൃത്യം സെൻറ്ററിൽ കൂടെ. ഓക്കെ, അതായത് ഞാൻ വേറൊരു മാസമാണ് ഉദ്ദേശിച്ചത്. ശരി, ഇതിൻ്റെ മാസമല്ലേ, ഇത് ഡി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഡി ആണ്. കണ്ടോ, കൃത്യം നടുവിൽ കൂടെ, കൃത്യം സെൻറ്ററിൽ കൂടെ. അതാണ് സിമെട്രിക്കലി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ശരി, ബാക്കി നോക്കാം. ദ ലെങ്ത് ഓഫ് ഈച്ച് പ്ലേറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഓരോ പ്ലേറ്റിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. അതായത് ഇത് ക്യാപിറ്റൽ ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ 0.1 മീറ്റർ എന്ന് എഴുതാം. 10 സെൻറ്റിമീറ്റർ 0.1 മീറ്റർ. കണ്ടുപിടിക്കണം എന്താ? ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദ പാത്ത് ഓഫ് ഇലക്ട്രോൺ ആസ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ഫീൽഡ് ഈസ്. അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇവിടെ ആക്ച്വലി ഇലക്ട്രോൺ പാവം ഇങ്ങനെ മാസമൊക്കെ കാണിച്ച് ഇങ്ങനെ പോകേണ്ടതായിരുന്നു അല്ലേ, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. കണ്ടോ, ക്ലിയർ? ഈ രീതിയിലേക്ക് ബെൻഡ് ചെയ്തു. ക്ലിയർ? ബെൻഡ് ചെയ്ത് ഡി ദൂരം ട്രാവൽ ചെയ്തു. സാർ ഇവിടെ വീണ്ടും ബെൻഡ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഇനി ഫീൽഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഇവിടെ വെച്ച് എത്ര വെലോസിറ്റിയാണ് ഉള്ളത്, ആ വെലോസിറ്റിയിൽ ആൾ എന്ത് ചെയ്യും? നേരെ പോവും. ക്ലിയർ? അപ്പോൾ ഈ വെലോസിറ്റി വി ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു? ഇങ്ങനെ പോകേണ്ട ആളെന്ത് ചെയ്തു? ഇത്രത്തോളം ബെൻഡ് ചെയ്തു. കണ്ടോ, ആക്ച്വലി നേരെ പോകേണ്ട ആളെന്ത് ചെയ്തു? ആ പാത്തിൽ നിന്ന് ഇത്രയും ആംഗിൾ ബെൻഡ് ചെയ്തു. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എത്ര ആംഗിളിലാണ് ബെൻഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? ആംഗിൾ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഞാൻ പറയട്ടെ. ഇത് വെലോസിറ്റി വി ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു വൈ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഈ 2 കമ്പോണൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ആംഗിൾ തീറ്റ, ഇത് വി എക്സ്, ഇത് വി വൈ. ഇതിൽ ടാൻ തീറ്റ ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ ഓപ്പോസിറ്റ് സൈഡ് വി വൈ ബൈ അഡ്ജസൻറ്റ് സൈഡ് വി എക്സ്. അതിന് തീറ്റ കണ്ടുപിടിച്ചൂടെ? യെസ് സാർ. സോ ഇവിടെ നമുക്ക് ഓരോ കമ്പോണൻറ്റ്സ് കണ്ടുപിടിക്കാം. ഇതിൽ വി എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ് സാർ? ഹൊറിസോണ്ടലി ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സലറേഷൻ ഇല്ല. ആക്സലേറ്റർ ചവിട്ടില്ലെങ്കിൽ വെലോസിറ്റി മാറില്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി വെർട്ടിക്കൽ വെലോസിറ്റി, ഇനീഷ്യലി വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. നേരെ പോകണം, ഹൊറിസോണ്ടലി പോകണ ആളല്ലേ. വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താ? ഇവിടെ എത്തി വെർട്ടിക്കൽ വെലോസിറ്റി വന്നു, ഈ ഫോഴ്സ് കാരണം. ഓക്കെ, അപ്പോൾ ആ വെർട്ടിക്കൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യാം. ഇവിടം മുതൽ ഇവിടെ വരെ വെർട്ടിക്കലി ഉള്ള മോഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. v = u + at. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ് സാർ? വി വൈ. ഇവിടെയുള്ള വെർട്ടിക്കൽ വെലോസിറ്റി വി വൈ. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ് സാർ? 0 പ്ലസ് ഇവിടെ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ എത്രയാണ് സാർ? ആക്സലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ് സാർ. അപ്പോൾ ഈ ചാർജിൻ്റെ മേലെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q × E ആയിരിക്കും, ഡിവൈഡഡ് ബൈ മാസ്. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q × E ആയിരിക്കും, ഡിവൈഡഡ് ബൈ മാസ് ആയി നമുക്ക് എന്തിട്ട് ആക്സലേഷൻ കിട്ടും. അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചാർജ് ഇലക്ട്രോൺ അല്ലേ. സോ E എന്ന് എഴുതി, ദെൻ ക്യാപിറ്റൽ E ബൈ മാസ് എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു ടൈം. സാർ ടൈം ഇട്ട് കൊടുക്കണം. ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതി കാണിച്ചു തരാം. Vy = EE / m × സാർ ഇവിടെ ടൈം എന്താണ് സാർ ഇട്ട് കൊടുക്കുക? ശ്രദ്ധിക്കാം, ഇത് ഇവിടെ വരെ എത്താനായിട്ടെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള മോഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് d ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ വെലോസിറ്റി × ടൈം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി × ടൈം ചെയ്തു. ഇതിൽ നിന്ന് ടൈം എന്തായിരിക്കും? d/vx ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിവിടെ ഇട്ട് കൊടുക്കാം. d/vx ആയിരിക്കും ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള ടൈം. ക്ലിയർ? അതായത് വെലോസിറ്റി 0-ൽ നിന്ന് വി വൈ ആവാനെടുത്ത ടൈം എന്തായിരിക്കും? d/vx ആയിരിക്കും. സാർ വി വൈ കിട്ടി, വി എക്സ് കിട്ടി. നമുക്ക് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വി വൈ എന്ന് പറഞ്ഞാൽ എന്താ ഇ ഡി ബൈ എം ഇൻറ്റു വി എക്സ് കണ്ടോ, ഡിവൈഡഡ് ബൈ വി എക്സ്, അതായത് ദിസ് ഈസ് ഇ ഡി ബൈ എം ഇൻറ്റു വി എക്സിൻ്റെ മുകളിലേക്ക് എഴുതുമ്പോൾ വി എക്സിൻ്റെ സ്ക്വയർ എന്ന് ഡിവിസിബിൾ അല്ലേ? യെസ്. ഇനി സോൾവ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കണം അത്ര പണിയൊന്നുമില്ല, വളരെ എളുപ്പമാണ് സോൾവ് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരട്ടെ. ടാൻ തീറ്റ ഈക്വൽ ടു ഇനെ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 10. ഇലക്ട്രിക് ഫീൽഡ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് എഴുതി. ഇനി ഡി എത്രയാണ്? 0.1 ഡിവൈഡഡ് ബൈ ഇതെന്താണ് സാധനം? എം വി എക്സ് സ്ക്വയർ. ഹാഫ് ഇൻറ്റു എം വി എക്സ് സ്ക്വയർ കൈനറ്റിക് എനർജിയാണ് അല്ലേ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ എം വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? 2 ഇൻറ്റു 0.5 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? 2 ഇൻറ്റു 0.5 അതായത് 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? 1 എന്ന് എഴുതിയാൽ മതി. 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ ഇയും ഒക്കെ ക്യാൻസൽ ആവില്ലേ? യെസ് ഓർ നോ? ഇത് ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇവിടെയുള്ളത് ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഇയും ഇലക്ട്രോണിൻ്റെ ചാർജ്, അത് ക്യാൻസൽ ആയി. ബാക്കി അതുള്ളത് 10 ഇൻറ്റു 1 എന്ന് കിട്ടില്ല. ടാൻ തീറ്റയ്ക്കുള്ള 1 എന്ന് കിട്ടി. ടാൻ തീറ്റ എപ്പോഴാണ് സാർ 1 എന്ന് കിട്ടുക? 45 ഡിഗ്രി ആകുമ്പോൾ. അതിനർത്ഥം എത്ര ആംഗിളാണ് ഡീവിയേറ്റ് ചെയ്യുക? അറ്റ് 45 ഡിഗ്രി. ക്ലിയർ?